ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഇപ്പോഴിതാ സിനിമയുടെ ടീസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റാണ് പുറത്തുവരുന്നത്. ടീസറിന്റെ സെൻസറിംഗ് പൂർത്തിയായി ഉടൻ തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ദുൽഖർ സൽമാൻ മറുനാടൻ ഹിറ്റുകൾ തുടരാൻ വരുന്നു. ലക്കി ഭാസ്കറിന്റെ വമ്പൻ വിജയത്തോടെ മലയാളത്തിനു പുറത്ത് ദുൽഖർ സൽമാന്റെ സ്റ്റാൻഡവും വിജയവും വീണ്ടും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താരപുത്രനാണെങ്കിലും കരിയറിൽ വളർന്നു വന്നത് സ്വന്തം പ്രയത്നം കൊണ്ടാണ് ദുൽഖർ. ബ്ലോക്ക് ബസ്റ്റർ വിജയം തുടരാൻ ദുൽഖർ സൽമാന് ഇപ്പോൾ എളുപ്പം സാധിക്കും. സെൽവമണി സെൽവരാജ് ചിത്രം കാന്ത ഒരു കംപ്ലീറ്റ് ദുൽഖർ ഷോ തന്നെയായിരിക്കും, അത് ഉറപ്പിക്കാം. റെക്കോർഡുകൾ തൂക്കാനൊരുങ്ങി തന്നെയാണ് കാന്ത എത്തുന്നത്. ടീസർ ഉടൻ എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും പറയുന്നത്. ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രമാണ് കാന്ത. ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ലക്കി ഭാസ്കർ നേടിയ വിജയം ഈ ചിത്രവും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ആരാധകരും. ഇപ്പോഴിതാ സിനിമയുടെ ടീസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ ടീസറിന്റെ സെൻസറിംഗ് പൂർത്തിയായിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 2 മിനിറ്റ് 14 സെക്കൻഡ് നീളമുള്ള ടീസറാണ് സിനിമയുടേതായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നതെന്നാണ് അണിയറ പ്രവർത്തകരും പറയുന്നത്. ദുൽഖർ സൽമാന്റെ ജന്മദിനമായ ജൂലൈ 28-നായിരിക്കും ടീസർ പുറത്തുവിടുക. നേരത്തെ കാന്ത എന്ന ചിത്രത്തിൽ നടൻ സമുദ്രകനി അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. സമുദ്രകനിയുടെ ജന്മദിനം പ്രമാണിച്ചായിരുന്നു പോസ്റ്റർ വന്നത്. ദുൽഖർ സൽമാനൊപ്പം വളരെ ശക്തമായ ഒരു കഥാപാത്രത്തെ തന്നെയാണ് സമുദ്രകനിയും അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ്, റാണ ദഗപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖർ സൽമാൻ, ജോം വർഗീസ്, റാണ ദഗപതി, പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. 2 ശ്രദ്ധേയമായ നിർമ്മാണ കമ്പനികളെ ഒരുമിപ്പിച്ചുകൊണ്ടുവരുന്ന ചിത്രമെന്ന പ്രത്യേകതയും കാന്തയ്ക്കുണ്ട്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും. എന്തായാലും വൈകാതെ തന്നെ കാന്ത തിയേറ്ററിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സിലെ ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന ഡോക്യുമെന്ററി അടക്കമുള്ള വർക്കുകളിലൂടെ ശ്രദ്ധേയനായ ആളാണ് സെൽവമണി സെൽവരാജ്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരു മികച്ച ബയോപിക് തന്നെയാകും കാന്തയെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ. ലക്കി ഭാസ്കറിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന ചിത്രം ദുൽഖറിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിന്റെ തുടർച്ചയാകുമെന്നും പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ദുൽഖർ സൽമാന്റെ കാന്തയ്ക്കായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.